ദി ക്രിട്ടിക്കിലേക്ക് സ്വാഗതം. ഇന്ത്യയെ ഹിന്ദുത്വ രാഷ്ട്രമാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപം കൊണ്ട RSSന് 100 വയസ്സ് തികയുന്ന സാഹചര്യത്തിൽ ദി ക്രിട്ടിക് സംഘടിപ്പിക്കുന്ന പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് സംസാരിക്കുന്നത് ചിന്തകനും പ്രഭാഷകനുമായ സണ്ണി എം കവിക്കാടാണ്. ചാതുർവർണ്ണയത്തിലും വൈദിക പാരമ്പര്യത്തിലും അധിഷ്ഠിതമായ ധാരകളെ ചെറുക്കാൻ സാഹോദര്യത്തിലും സാമൂഹ്യ നീതിയിലും അധിഷ്ഠിതമായ ധാരകൾ ഇവിടെ തന്നെയുണ്ടെന്നും അവയെ വീണ്ടെടുക്കുകയാണ് വേണ്ടതെന്നും സണ്ണി പറയുന്നു. ഏവർക്കും സ്വാഗതം. 1925 നാഗ്പൂരിൽ വെച്ച് രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന സംഘടന രൂപം കൊള്ളുന്നത്. അതിനുശേഷം ഇപ്പോൾ ഏതാണ്ട് 100 വർഷം പിന്നിടുകയാണ്. ഈ 100 വർഷം കൊണ്ട് RSS എന്ന് പറയുന്ന സംഘടനയും അതിൻ്റെ അനുബന്ധമായി അറിയപ്പെടുന്ന നിരവധി ചെറു സംഘങ്ങളും ഇന്ത്യൻ സമൂഹത്തിലും ഇന്ത്യൻ ദേശരാഷ്ട്രത്തിലും സൃഷ്ടിച്ചെടുത്ത സ്വാധീനവും അതുണ്ടാക്കിയ മാറ്റങ്ങളും അത് വളരെ ഗൗരവമായി പഠിക്കപ്പെടേണ്ട ഒന്നാണ്. പല രൂപത്തിലുള്ള പഠനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നടന്നിട്ടുമുണ്ട്. എന്നാൽ വളരെ വിമർശനപരമായ പഠനങ്ങളും കടുത്ത വിമർശനങ്ങളും ഈ സംഘത്തിനെതിരെ പല രൂപങ്ങളിൽ നമുക്ക് കാണാമെങ്കിലും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെയോ അതിൻ്റെ അനുബന്ധ സംഘടനകളുടെയോ അതിൻ്റെ രാഷ്ട്രീയ പാർട്ടികളുടെയോ പ്രവർത്തനങ്ങളെ അത് പുറകോട്ടടിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും വളരെ അടുത്ത കാലത്തായി വളരെ ദേശീയമായി തന്നെ ബൂസ്റ്റ് ചെയ്യപ്പെടുന്നൊരു സ്ഥിതിവിശേഷവും ഉണ്ട്. നമ്മൾ കാര്യങ്ങൾ ഒന്നുകൂടി പുനഃപരിശോധിക്കേണ്ടി വരും എന്ന് തന്നെയാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പരമ്പരാഗതമായ വിമർശനങ്ങൾ കൊണ്ടോ പരമ്പരാഗതമായ തള്ളിക്കളയലുകൾ കൊണ്ടോ ഇതിനെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയില്ല എന്ന് മാത്രമല്ല, ഈ പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാന സ്വഭാവത്തെ മനസ്സിലാക്കുന്നതിൽ പോലും ഇന്ത്യയിലെ ബുദ്ധിജീവികൾ, എഴുത്തുകാർ, രാഷ്ട്രീയ വിമർശകർ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഇത് തെളിയിക്കുന്നത്. 1925 ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തിന് രൂപം കൊടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സംഘടനയ്ക്ക് രൂപം കൊടുത്ത് പ്രവർത്തിച്ചു വരുന്നൊരു സംഘമേ അല്ല RSSും അതിൻ്റെ അനുബന്ധ ഘടകങ്ങളും. അതിനും 1 നൂറ്റാണ്ടിന് മുൻപ് തന്നെ, എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ രൂപം കൊണ്ടിരുന്ന നമ്മൾ പൊതുവിൽ നവോത്ഥാനമെന്ന് വിളിക്കുന്ന പ്രസ്ഥാനങ്ങൾക്കകത്തും ഈ ഹിന്ദുത്വ റിവൈവലിസത്തിൻ്റെ ബ്രാഹ്മണിക്കൽ സോഷ്യൽ ഓർഡറിനെയും ബ്രാഹ്മണിക്കൽ എത്തിക്കൽ ഫിലോസഫിയെയും ബ്രാഹ്മണിക്കൽ പൊളിറ്റിക്കൽ ഫിലോസഫിയെയും റിവൈവ് ചെയ്തെടുക്കുവാനുള്ള ശ്രമങ്ങൾ പല രൂപത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നത് നാം മറന്നുകൂടാ. അത് ബ്രഹ്മസമാജത്തിലായാലും ആര്യസമാജത്തിലായാലുമൊക്കെ നമുക്കിത് കാണാൻ കഴിയും. ഇന്ത്യക്ക് ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നും പുറത്തു കിടക്കാനുള്ള വഴി, ഇന്ത്യൻ സമൂഹത്തിന് മുന്നോട്ട് പോകാനുള്ള വഴി വേദങ്ങളിലേക്ക് മടങ്ങുകയാണ് എന്ന് പറഞ്ഞത് ദയാനന്ദ സരസ്വതിയാണ് എന്ന് നമ്മൾ ഓർക്കണം. അങ്ങനെ വേദങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും പുരാണങ്ങളുടെയും പിൻബലത്തിൽ ബ്രാഹ്മണിക്കൽ സോഷ്യൽ ഓർഡറിൻ്റെ ഒരു തിരിച്ചുവരവ് സാധ്യമാക്കുന്ന വളരെ വലിയ വിശാലമായ ഒരു ഇൻ്റലക്ച്വൽ വർക്ക് നമുക്ക് ചരിത്രത്തിൽ ഉടനീളം ഏറ്റവും കുറഞ്ഞ വർഷം 19-ാം നൂറ്റാണ്ടിൻ്റെ ആദിമ ദശകങ്ങൾ മുതലെങ്കിലും നമുക്ക് കാണുവാൻ കഴിയും. ഇന്ത്യയിലൊരു ദേശീയ പ്രസ്ഥാനം രൂപം കൊള്ളുന്നതിന് മുമ്പ് തന്നെ ഗോരക്ഷണീ സഭ രൂപം കൊണ്ടൊരു സ്ഥലമാണ് ഇന്ത്യ എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. ഗോക്കളെ സംരക്ഷിക്കുവാൻ വേണ്ടി ഒരു സംഘടനയ്ക്ക് രൂപം കൊടുക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ടെടുക്കുകയും ചെയ്ത ഒരു സ്ഥലമാണ് ഇന്ത്യ. ഈ ഗോരക്ഷണീ സഭ രൂപം കൊള്ളുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് ഇന്ത്യയിലെ
ഇന്ത്യക്ക് മുന്നോട്ട് പോകുവാനുള്ള പുതിയൊരു വഴി തുറന്നുകൊണ്ട് ജ്യോതിറാവ് ഫൂലെ സത്യശോധക് സമാജ് എന്ന് പറയുന്ന സംഘടനയ്ക്കും രൂപം കൊടുക്കുന്നു. സത്യശോധക് സമാജിനെ കുഴിച്ചു മൂടിയ ഇന്ത്യക്കാർ ഗോരക്ഷണി സഭയെ വീണ്ടെടുത്തിരിക്കുന്നു എന്നതാണ് ചരിത്രം നമ്മളോട് പറയുന്നൊരു കാര്യം. അതുകൊണ്ട് ഇതിൻ്റെ വേരുകൾ നാം തിരയേണ്ടത് RSS എന്ന സംഘടനയുടെ സ്ഥാപക നേതാക്കളിൽ മാത്രമല്ല, ഇന്ത്യ ചരിത്രത്തിലെ വിവിധ ധാരകളിൽ അത് അടിഞ്ഞുകൂടിയിട്ടുണ്ട് എന്ന് നമ്മൾ കാണണം. 1885 ഈ ദേശീയ പ്രസ്ഥാനം രൂപം കൊണ്ട് നാളുകൾ കഴിയുന്നതിന് മുൻപ് തന്നെ അതിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത ബാലഗംഗാധര തിലകൻ അക്ഷരാർത്ഥത്തിൽ ഒരു ബ്രാഹ്മണിക്കൽ പാട്രിയാർക്കിയുടെ വക്താവുമായിരുന്നു, അതിൻ്റെ പ്രായോക്താവുമായിരുന്നു, അതിൻ്റെ താത്വിക ആചാര്യനുമായിരുന്നു എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. അതായത് മറാത്ത വംശത്തെ കേന്ദ്രീകരിച്ചാണെങ്കിൽ പോലും അവിടുത്തെ ഗണേശോത്സവത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ദേശീയ പ്രസ്ഥാനത്തെ വലിയൊരു ബഹുജന മൂവ്മെൻ്റ് ആക്കുന്നതിലൂടെ ഒളിച്ചു കിടത്തപ്പെട്ടത് ബ്രാഹ്മണിക്കൽ പാട്രിയാർക്കി എന്ന സോഷ്യൽ ഓർഡർ ആണ് എന്ന് നമ്മൾ അറിയണം. ഈ അസഹിഷ്ണുതയെ തിലകൻ്റെ നിലപാടിലൂടെ നമുക്ക് കൂടുതൽ തെളിമയാർന്ന് കാണാവുന്നത് ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിനെതിരെ അദ്ദേഹം നടത്തിയ നീക്കങ്ങളാണ്. ദേശീയ പ്രസ്ഥാനത്തിലെ ആദ്യത്തെ 2 ഘടകങ്ങൾ പൊളിറ്റിക്കൽ റിഫോം പാർട്ടിയും സോഷ്യൽ റിഫോം പാർട്ടിയുമായിരുന്നു. ഈ സോഷ്യൽ റിഫോം പാർട്ടിയെ തച്ച് തകർക്കുന്നതിൽ മുൻകൈയെടുത്ത സോഷ്യൽ റിഫോം പാർട്ടിയുടെ നേതാക്കളെ ഭീഷണിപ്പെടുത്തിയ പ്രധാനപ്പെട്ട നേതാവായിരുന്നു ബാലഗംഗാധര തിലകൻ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ഹിന്ദുത്വ സോഷ്യൽ ഓർഡറിന് വേണ്ടി വാദിക്കി പല രൂപത്തിൽ പ്രച്ഛന്നമായും പ്രത്യക്ഷമായും വാദിച്ച നിരവധി നേതാക്കളെ നമുക്ക് ഇന്ത്യ ചരിത്രത്തിൽ ഉടനീളം കാണുവാൻ കഴിയും. ദേശീയ പ്രസ്ഥാനത്തിലേക്ക് മഹാത്മാഗാന്ധി കടന്നു വന്നതിന് ശേഷം ഇന്ത്യയിലെ വ്യത്യസ്ത മതങ്ങളുടെ സഹവർത്തിത്വത്തെക്കുറിച്ച്, സമാധാനപരമായ സഹവർത്തിത്വത്തെക്കുറിച്ച് വാചാലനായ ഗാന്ധിയും ബ്രാഹ്മണിക്കൽ സോഷ്യൽ ഓർഡറിനെ അടിസ്ഥാനപരമായി വിമർശിക്കാൻ തയ്യാറായിരുന്നില്ല എന്നൊരു യാഥാർത്ഥ്യവും നമ്മൾ കാണാതിരുന്നുകൂടാ. ഹിന്ദു മതത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങൾ അവരുടെ ഡ്യൂട്ടികൾ നിർവഹിച്ചുകൊണ്ട് സമാധാനപരമായി, സന്തോഷമായി, സംതൃപ്തമായി ജീവിക്കുന്ന ഒരു ഹിന്ദു മതത്തെ വിഭാവന ചെയ്ത ഒരാളാണ് ഗാന്ധി എന്നതും നാം മറക്കേണ്ട ആവശ്യമില്ലാത്ത കാര്യമാണ്. എന്നാൽ ഇന്ത്യയിലെ സംഘർഷാത്മകമായ അന്തരീക്ഷത്തിൽ മതകലഹങ്ങൾക്കോ ജാതി കലഹങ്ങൾക്കോ ഗാന്ധി പ്രേരണ ചെലുത്തിയിരുന്നില്ല എങ്കിൽ പോലും ബ്രാഹ്മണിക്കൽ സോഷ്യൽ ഓർഡറിനെയും അതിൻ്റെ തത്വചിന്തയെയും നിഷേധിക്കുവാൻ ഗാന്ധിക്കൊരിക്കലും കഴിഞ്ഞിരുന്നില്ല എന്നും നമ്മൾ കാണേണ്ടതുണ്ട്. 1925 RSSന് രൂപം കൊടുക്കുമ്പോൾ അതിന് മുന്നിൽ വളരെ വ്യക്തമായ പദ്ധതികളുണ്ടായി. ആ പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമായി പുനഃസംഘടിപ്പിച്ചെടുക്കുക എന്നത് തന്നെയായിരുന്നു. ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണ് എന്ന കാര്യത്തിൽ അന്നും ഇന്നും RSSൻ്റെ നേതാക്കൾക്ക് തർക്കമില്ലാത്ത ഒരു കാര്യമാണ്. അത് മൂടിക്കിടക്കുന്നൊരു കാര്യം മാത്രമായിട്ടാണ് 1925 അവർ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഹിന്ദുക്കളുടേതാണെന്നും ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാണെന്നും സങ്കല്പിച്ചുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തികച്ചും വംശീയമായ ഒരു രാഷ്ട്ര സിദ്ധാന്തത്തെ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് RSS അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. അതിൻ്റെ മാതൃക കണ്ടെടുക്കുന്നത് RSS രൂപീകരണത്തിൽ നേരിട്ട് പങ്കെടുത്ത മൂഞ്ചെ വട്ടമേശ സമ്മേളനത്തിൽ പോയി തിരിച്ചു വരുന്ന ഘട്ടത്തിൽ ഇറ്റലിയിലിറങ്ങി മുസോളിനിയുമായി നേരിട്ട് തന്നെ സംഭാഷണത്തിൽ ഏർപ്പെടുന്നതായി ചരിത്രം പറയുന്നുണ്ട്. അവിടുത്തെ മിലിറ്ററി ഫാസിസത്തിൻ്റെ അച്ചടക്കവും ആ സേനയും ആണ് ഇന്ത്യക്ക് മാതൃകയാകേണ്ടതെന്ന് വിശ്വസിച്ച ആളാണ് മുഞ്ചെ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു സായുധ സംഘമായി RSS സംഘടിപ്പിക്കപ്പെടുന്നത് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്.
ഹിന്ദു മതം എന്നത് ആഭ്യന്തരമായി വലിയ ശൈഥില്യം നേരിടുന്ന ഒരു മതമാണെന്നും അത് ജാതികളുടെ ഒരു സമാഹാരമാണെന്നും വളരെ വ്യക്തമായി ബോധ്യപ്പെട്ട RSS നേതൃത്വം പുറത്തൊരു ശത്രുവിനെ നിർമ്മിച്ചുകൊണ്ടാണ് അതിൻ്റെ പ്രവർത്തനങ്ങളെ ഏകീകരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. 1925 നാഗ്പൂരിൽ വെച്ച് RSS രൂപം കൊള്ളുമ്പോൾ അന്യമതസ്ഥരുടെ വലിയ സാന്നിധ്യമൊന്നും നാഗ്പൂരിൽ ഉണ്ടായിരുന്നില്ല എന്ന കാര്യം നാം മറന്നുകൂടാ. മറിച്ച് 1920 എന്ന് പറയുന്നത് 20കളിലെ നാഗ്പൂർ ബാബാ സാഹേബ് ഡോക്ടർ BR അംബേദ്കറിൻ്റെ നേതൃത്വത്തിലുള്ള അവർണ ജനകോടികളുടെ പ്രസ്ഥാനത്തിൻ്റെ വലിയ കേന്ദ്രം കൂടിയായിരുന്നു എന്ന് കാണണം. അങ്ങനെ അവർണ പ്രസ്ഥാനങ്ങൾ ഈ സവർണാധിപത്യത്തിനെതിരെ ഉയർന്നു വരുന്നതിനോടുള്ളൊരു പ്രതിരോധം കൂടിയായിട്ടാണ് RSS യഥാർത്ഥത്തിൽ നാഗ്പൂരിൽ ഡിക്ലറേഷൻ നടത്തുന്നത്. അതങ്ങനെ തന്നെ ആദ്യഘട്ടത്തിലെ പല രേഖകളിലും വളരെ വ്യക്തമായും പറയുന്നുണ്ട്. അവർണ സമൂഹങ്ങളുടെ, അബ്രാഹ്മണ സമൂഹങ്ങളുടെ നീക്കങ്ങൾ അടിസ്ഥാനപരമായി ഹിന്ദുമതത്തെയും തകർക്കുമെന്നും അതിൽ നിന്ന് ഹിന്ദുമതത്തെ രക്ഷിക്കേണ്ടതുണ്ടെന്നും തന്നെയാണ് RSS വിശ്വസിച്ചത്. ഫലത്തിൽ ഇന്ത്യയിലെ അവർണ ജനകോടികളോടും അതോടൊപ്പം തന്നെ അന്യമതസ്ഥരോടും ഒരേ സമയം ശത്രുത പുലർത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് അവർ തുടങ്ങിവെച്ചത്. ആദ്യഘട്ടത്തിൽ RSSനെ ഒരു സാമൂഹ്യ വിരുദ്ധ സംഘം മാത്രമായിട്ടാണ് ഇന്ത്യ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിരുന്നത്. അതിനപ്പുറം അതിനെന്തെങ്കിലും റെലവൻസ് ഉള്ളതായി അന്ന് കത്തി നിന്ന ദേശീയ പ്രസ്ഥാനമോ അത്തരം പ്രസ്ഥാനങ്ങളോ ഒന്നും തന്നെ കണ്ടിരുന്നില്ല. അത്രമേൽ നാമമാത്രമായ ഇൻഫ്ലുവൻസ് മാത്രമുണ്ടായിരുന്ന ഒരു വിഭാഗമാണ് RSS. എന്നാൽ അതിൻ്റെ രാഷ്ട്ര സിദ്ധാന്തം മുന്നോട്ട് കൊണ്ടുവരികയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏകീകരിക്കുകയും ചെയ്തതിലൂടെ 1940കളുടെ അവസാനമാകുമ്പോൾ പ്രധാനപ്പെട്ട ഒരു മൂവ്മെൻ്റായി അത് മാറുന്നുണ്ട്. അതിലവർ പ്രധാനമായും പറയുന്നൊരു കാര്യം ഇന്ത്യ ഹിന്ദുക്കളുടെ പിതൃഭൂമിയാണ് എന്ന വാദമാണ്. ഇന്ത്യ പുണ്യഭൂമിയാണെന്നും ഹിന്ദുക്കൾക്ക് പോകുവാൻ മറ്റൊരിടമില്ലെന്നും ഹിന്ദുക്കളുടെ പിതൃഭൂമിയും പുണ്യഭൂമിയും ഇന്ത്യയാണെന്നും ഈ യാഥാർത്ഥ്യം അംഗീകരിക്കുന്നവർക്ക് മാത്രമേ ഇന്ത്യയിൽ ജീവിക്കാൻ അവകാശമുള്ളൂ എന്ന് തുറന്ന് പ്രഖ്യാപിച്ച ഒരു പ്രസ്ഥാനമാണ് RSS എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. അന്യമതസ്ഥരെ മാത്രമല്ല കമ്മ്യൂണിസ്റ്റുകാരടക്കമുള്ളവരെയും അവർണ ജനകോടികളുടെയും ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രഭാവനയാണ് അവർ യഥാർത്ഥത്തിൽ ഉൽപ്പാദിപ്പിച്ചത്. ആദ്യഘട്ടത്തിൽ ഇത് RSS എന്ന് പറയുന്ന സംഘം സവർണ ബ്രാഹ്മണ സമൂഹങ്ങളിൽ മാത്രം വേരോട്ടം ഉണ്ടായിരുന്ന വളരെ ചെറു സംഘമായിരുന്നുവെങ്കിൽ അതിൻ്റെ പരിവർത്തനം സംഭവിക്കുന്നത് ഗാന്ധി വധത്തിന് ശേഷം. ഗാന്ധി വധം വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവവികാസമാണ്. RSSൻ്റെ മുൻകാല പ്രവർത്തകനെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഗോഡ്സെ ആണതിലെ പ്രധാനപ്പെട്ട പ്രതി. പിടിക്കപ്പെട്ട എല്ലാവരും തന്നെ RSSുമായോ അനുബന്ധ സംഘങ്ങളുമായോ ബന്ധമുള്ളവരായിരുന്നു. അങ്ങനെ വധിക്കുവാനുള്ള കാരണത്തെ സംബന്ധിച്ച് ഗോഡ്സെ വിശദമായ പ്രസ്താവന ഓൾറെഡി നടത്തിയിട്ടുമുണ്ട്. ഗാന്ധി വധത്തിന് ശേഷം RSS നിരോധിക്കപ്പെടുന്ന ഘട്ടത്തിൽ RSSനെ നിരോധനം നീക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൽ, അന്നത്തെ കേന്ദ്ര ഗവൺമെൻറ്റിലുള്ള ഉന്നതന്മാരായിരുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ കാണേണ്ടതുണ്ട്. അങ്ങനെ RSSനെ സഹായിക്കുന്ന തരത്തിലുള്ള ഇടപാടുകൾ നമ്മൾ ഇന്ന് കാണുന്നത് പോലെ ആയിരുന്നില്ല. അന്നും സമൂഹത്തിലെ ഏറ്റവും ഉന്നതരും ഹിന്ദുക്കളെന്ന് സ്വയം നടിക്കുന്നവരും ബ്രാഹ്മണിക്കൽ പാട്രിയാർക്കിയെ ആരാധിക്കുന്നവരുമൊക്കെ യഥാർത്ഥത്തിൽ ഈ RSSൻ്റെ പിന്തുണക്കാരോ അതിൻ്റെ ഭാഗമോ ആയിരുന്നു എന്ന് തന്നെയാണ് ഇന്ത്യ ചരിത്രം തെളിയിക്കുന്നൊരു കാര്യം. ഇത്തരം എലമെൻറ്റുകൾ ഒരിക്കലും കാണാതിരിക്കുകയും RSS ഒരു സംഘടന മാത്രമാണ് എന്ന് മനസ്സിലാക്കുകയും ആ സംഘടനയെ പരാജയപ്പെടുത്തിയാൽ ഇതെല്ലാം അവസാനിക്കുമെന്ന് കരുതുകയും ചെയ്യുന്ന വിഡ്ഢിത്തപൂർണമായിട്ടുള്ള യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത വിമർശനങ്ങളാണ് പല തട്ടുകളിൽ നിന്നും RSSനെതിരെ ഉണ്ടായി വരുന്നത്. 1950കളോടുകൂടി RSS സ്വയം മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇത്
ഉന്നത കുലജാതർ എന്ന് അവർ വിശേഷിപ്പിക്കുന്ന സവർണ ബ്രാഹ്മണ സമൂഹങ്ങളുടെ ഒരു സംഘടനയ്ക്ക് മാത്രമായി ഇന്ത്യയിൽ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും അതിൽ നിന്ന് ഭിന്നമായി പിന്നോക്ക വിഭാഗങ്ങളെന്ന് വിളിക്കുന്നവരെയും പട്ടിക വിഭാഗങ്ങളെന്ന് നിർണയിക്കപ്പെട്ടവരെയും ആദിവാസി സമൂഹങ്ങളെയും ഒക്കെ ഹിന്ദു സമൂഹത്തിൻ്റെ ഭാഗമാക്കി മാറ്റാനുള്ള വിപുലമായൊരു പദ്ധതിക്ക് 1950 തന്നെ RSS രൂപം കൊടുക്കുന്നുണ്ട്. ഇന്ന് വനവാസി കല്യാണം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ആദിവാസി മേഖലയിൽ ഏറ്റവും സ്വാധീനമുള്ള വനവാസി കല്യാണം എന്ന് പറയുന്ന സംഘടന 1952 രൂപം കൊടുത്തതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അന്ന് തന്നെ ഈ ആദിവാസി സമൂഹത്തെ ഹിന്ദു സമൂഹത്തിൻ്റെ ഭാഗമാക്കി മാറ്റുവാനുള്ള ബോധപൂർവമായ പരിശ്രമങ്ങൾ ഒക്കെ RSS നേതൃത്വം കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പട്ടിക വിഭാഗങ്ങളിൽ പിന്നോക്ക വിഭാഗങ്ങളെയൊക്കെ ഏകീകരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പുതിയ പ്രവർത്തന പാന്താവ് അത് വെട്ടിത്തുറക്കുന്നു. അന്നൊന്നും ഇത്തരമൊരു നീക്കം ഇന്ത്യൻ രാഷ്ട്രത്തിൽ ഉണ്ടാക്കാവുന്ന അതിഭീകരമായിട്ടുള്ള സ്വാധീനത്തെ സംബന്ധിച്ചൊന്നും ഇന്ത്യയിലെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളെന്ന് വിളിക്കുന്നവർ ചർച്ച ചെയ്തിരുന്നേയില്ല എന്നതാണ് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം. ഈ ഒരു ചരിത്രത്തിന് അടിസ്ഥാനപരമായ ഒരു മാറ്റമുണ്ടാകുന്നത് യഥാർത്ഥ 80കളിൽ ഉയർന്നു വന്ന ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങളിലാണ്. 80കളിൽ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന രാഷ്ട്രീയ സാഹചര്യത്തിലാണ് RSS അതിൻ്റെ രാഷ്ട്രീയ കക്ഷിയായിട്ടുള്ള BJP ഒരു ടേണിംഗ് പോയിന്റിലേക്ക് കടക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടിക്ക് രൂപം കൊടുത്തുകൊണ്ട് RSSഉം അനുബന്ധ സംഘടനകളുടെയും പിന്തുണയോടുകൂടി പുതിയൊരു രാഷ്ട്രീയ പ്രവേശം ഉണ്ടാകുന്നത് 80കളിലാണ്. 80കളുടെ ഒരു പ്രത്യേകത മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ദേശീയ പ്രക്ഷോഭം ശക്തിപ്പെടുകയും കോൺഗ്രസ് ഇതര ഗവൺമെൻറ് VP സിംഗിൻ്റെ ഗവൺമെൻറ് പ്രധാനമന്ത്രി VP സിംഗ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നൊരു ഘട്ടത്തിൽ ഇന്ത്യയിലെ സോക്കോൾഡ് ഹിന്ദുക്കളെന്ന് ഇന്ന് വിളിക്കുന്ന വിഭാഗത്തിനിടയിൽ വളരെ വലിയൊരു പിളർപ്പാണ് രൂപം കൊള്ളുന്നത്. സംവരണീയ വിഭാഗങ്ങളായിട്ടുള്ള പിന്നോക്ക വിഭാഗങ്ങളും പട്ടിക വിഭാഗങ്ങളും ആദിവാസികളും ഒരു പക്ഷത്തും സവർണ ബ്രാഹ്മണിക്കൽ വിഭാഗങ്ങൾ മറുപക്ഷത്തുമായി വളരെ കൃത്യമായ ഒരു വിഭജനം രാഷ്ട്രീയ ഹിന്ദു എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഹിന്ദുവിൽ ഒരു വലിയ പിളർപ്പാണ് ഉണ്ടാകുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് RSSൻ്റെ നേതൃത്വത്തിൽ BJPയുടെ നേതൃത്വത്തിൽ ബാബറി മസ്ജിദ് തകർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു രഥയാത്ര പുറപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളെ ഏകീകരിക്കുന്നതിന് വേണ്ടി പുറത്തൊരു ശത്രുവിനെ നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായി ബാബറി മസ്ജിദിനെതിരായിട്ടുള്ള വലിയൊരു മൂവ്മെൻറ്റിലൂടെ ഈ പിളർപ്പിനെ മറികടക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ 80കളുടെ അവസാനം ഇന്ത്യയിലെ ഹിന്ദുത്വ ശക്തികൾക്കുണ്ടായ മുന്നേറ്റത്തിൻ്റെ അടിസ്ഥാനമായി മാറുന്നത്. പിന്നീട് ഒരിക്കൽ പോലും ഒരു വലിയ സംവരണ വിരുദ്ധ സമരത്തിനോ ഒരു സംവരണ വിരുദ്ധ പ്രക്ഷോഭത്തിനോ ഈ ഹിന്ദുത്വ ശക്തികൾ നേതൃത്വം കൊടുത്തിട്ടില്ല എന്നത് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കണം. മറിച്ച് അവരെല്ലാ കാലത്തും മുസ്ലിം വിരുദ്ധമായ കലാപങ്ങളിലേക്കും മുസ്ലിം വിരുദ്ധമായ കാമ്പയിനുകളിലേക്കും ഇന്ത്യയുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഡെമോക്രസി എന്നത് മതേതരത്വം എന്നത് ജനാധിപത്യം എന്നത് നീതി എന്നത് വിദേശ കയറ്റുമതി മാത്രമാണ്, അത് ഇന്ത്യയെ തകർക്കാനാണെന്നും ഇന്ത്യക്ക് ഇന്ത്യയുടേതായ പാരമ്പര്യത്തെ വീണ്ടെടുക്കേണ്ടതുണ്ടെന്നുമുള്ള ഒരു തിയറട്ടിക്കൽ പൊസിഷനെ ഇന്ത്യയെ കൊണ്ട് അംഗീകരിപ്പിക്കുവാൻ ഹിന്ദുത്വ ശക്തികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ കാണാതിരുന്നുകൂടാ. അതിൻ്റെ ഏറ്റവും ക്രൂഷ്യലായൊരു ഉദാഹരണം ബാബറി മസ്ജിദ് തകർക്കുന്ന ഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന സ്വന്തം ആരാധനാലയങ്ങൾ നിർമ്മിക്കുവാനും സംരക്ഷിക്കുവാനും നിലനിർത്തുവാനുമുള്ള അവകാശം, ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ആരുടെ കയ്യിലാണോ ആരാധനാലയങ്ങൾ ഇരിക്കുന്നത് ആ സ്റ്റാറ്റസ് കോ നിലനിൽക്കണമെന്നുള്ള നിയമം, അതിൻ്റെ അടിസ്ഥാനത്തിൽ ബാബറി മസ്ജിദ് ആക്രമിക്കപ്പെട്ടപ്പോൾ അത് ന്യൂനപക്ഷങ്ങൾക്ക് തിരിച്ചു കൊടുക്കണം, ന്യൂനപക്ഷങ്ങളുടെ
ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ആരാധനാലയം അവിടെ പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെടേണ്ടതിന് പകരം ഇന്ത്യയിലെ മതേതരവാദികളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരടക്കം പറഞ്ഞത് അത് ദേശീയ സ്മാരകമാക്കി മാറ്റണമെന്നും ലൈബ്രറിയാക്കി മാറ്റണമെന്നൊക്കെ പറയുന്ന വിഡ്ഢിത്തപൂർണമായ, അടിസ്ഥാനപരമായി RSSനെ പിന്തുണയ്ക്കുന്ന ഫ്രോഡായിട്ടുള്ള നിലപാടാണ് അവർ എടുത്തത് എന്ന് നമ്മൾ കാണണം. മാത്രവുമല്ല, അന്ന് ഇന്ത്യ ഭരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്നും കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഇങ്ങനെ ഏറെയും കുറഞ്ഞും ഇവരുടെ എല്ലാം സഹായത്തോടു കൂടിയാണ് യഥാർത്ഥത്തിൽ RSSൻ്റെ ഈ വളരെ വലിയ ഒരു മുന്നേറ്റവും ഇന്ത്യയെ തന്നെ രാഷ്ട്രീയമായി വെട്ടിപ്പിടിക്കാൻ കഴിയുന്ന വിധമുള്ള രാഷ്ട്രീയ വളർച്ചയും സാധ്യമാക്കി എടുത്തത് എന്നൊരു യാഥാർത്ഥ്യമാണ് നമ്മൾ കാണേണ്ടത്. ഇവിടെ പഴയ രൂപത്തിലുള്ള RSS വിരോധം കൊണ്ട് കാര്യമില്ല. ഇന്ന് തികച്ചും പുതിയ ടെക്നോളജീസാണ്, സാങ്കേതിക വിദ്യകളാണ് രാഷ്ട്രീയത്തിലായാലും സംസ്കാരത്തിലായാലും എല്ലാ മണ്ഡലങ്ങളിലും ഇവർ ഉപയോഗിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇന്ത്യയിലൊരു പുതിയ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ചുകൊണ്ട്, ഇന്ത്യയുടെ വിദ്യാഭ്യാസ ഘടനയെ തന്നെ ഉടച്ചു വാർത്തുകൊണ്ട്, അതിൻ്റെ ഉള്ളടക്കത്തെ ഉടച്ചു വാർത്തുകൊണ്ട് ഈ ഹിന്ദുത്വ പാരമ്പര്യത്തെ വീണ്ടെടുക്കുവാനും ഈ ഹിന്ദുത്വ പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു പുതിയൊരു വിദ്യാഭ്യാസ സമ്പ്രദായത്തെ നിർമ്മിച്ചെടുക്കുവാനും ഇവർ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനെ പ്രതിരോധിക്കുവാൻ ഇന്ത്യയിലെ ഈ സോക്കോൾഡായിട്ടുള്ള പുരോഗമനകാരികളോ വിപ്ലവകാരികളോ ദേശീയവാദികൾക്കോ കഴിയുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. ഇങ്ങനെ ഓരോ മണ്ഡലത്തിലും ഇടപെടലുകൾ നടത്തി ആ മണ്ഡലത്തെ പൊതുവിൽ ഹിന്ദുത്വം എന്ന് വിളിക്കുന്ന അതിനനുകൂലമായൊരു തരംഗമുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഈ ബാബറി മസ്ജിദ് തകർക്കുന്ന ഘട്ടത്തിൽ ഇന്ത്യയിലെ ബുദ്ധിജീവികൾക്കുണ്ടായ വലിയ പിഴവുകളിലൊന്ന് രാമൻ കൊള്ളാവുന്ന ആളാണെന്നും രാമായണം എന്നത് പുരാതന ഗ്രന്ഥമാണെന്നും അതിനെ RSS ദുരുപയോഗം ചെയ്യുകയാണെന്നുള്ള നിലവിളികളാണ് പുരോഗമനകാരിയുടെ പക്ഷത്തു നിന്നുണ്ടായത്. അതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് റിഡിൽ ഓഫ് രാമ ആൻഡ് കൃഷ്ണ എന്ന പുസ്തകം ഡോക്ടർ BR അംബേദ്കർ എഴുതുന്നുണ്ടായിരുന്നു. ആ പുസ്തകത്തിൽ ഡോക്ടർ BR അംബേദ്കർ പറയുന്നത് രാമൻ ഒരു തരത്തിലും യോഗ്യനായ മനുഷ്യനല്ല എന്നാണ്. ആ യുക്തിയെ പിന്തുടരാൻ എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് കഴിയാതെ പോയത് എന്നൊരു ചോദ്യം ബാക്കിയുണ്ട്. ഇപ്പോൾ ഏറെ വിവാദമായിരിക്കുന്ന നമ്മളുടെ ഭാരത മാതാവ് എന്നൊരു സങ്കല്പം ഏറെ വിവാദമായിരിക്കുകയാണ്. ഈ ഭാരത മാതാവ് എന്ന സങ്കല്പം തന്നെയാണ് പ്രശ്നമെന്ന് പറയാൻ ഒരു സോഷ്യൽ ഏജൻസി ഇന്ത്യക്കകത്തില്ല. ആരുടെ മാതാവിൻ്റെ കാര്യമാണ് ഇവർ പറയുന്നത് എന്ന് ചോദിക്കാൻ ആരുമില്ല. മറിച്ച് ഭാരത മാതാവ് ശരിയാണ്, പക്ഷെ ഇത് RSSൻ്റെ ഭാരത മാതാവിനെ പറ്റില്ല എന്ന് പറയുന്ന വിധം എപ്പോൾ വേണമെങ്കിലും കുമിള പോലെ പൊട്ടിപ്പോകാവുന്ന ഒരു പ്രതിരോധം മാത്രമാണ് ഇപ്പോഴും തീർത്തുകൊണ്ടിരിക്കുന്നത്. ഫലത്തിൽ RSS സംഘപരിവാർ ശക്തികൾ ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രത്യശാസ്ത്ര അവബോധത്തെയോ സംഘടനാ സംവിധാനങ്ങളെയോ പ്രതിരോധിക്കാൻ കഴിയാതെ തകർന്നു പോകുന്ന വിധമാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ നിര. അത് ഇൻ്റലക്ച്വൽ പ്രതിപക്ഷമായാലും സമരപ്രതിപക്ഷമായാലും രാഷ്ട്രീയ പ്രതിപക്ഷമായാലും ഇപ്പോൾ ഇടപാടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫലത്തിൽ RSS സംഘപരിവാർ ശക്തികൾക്കെതിരെയുള്ള ഒരു രാഷ്ട്രീയമായ പ്രതിരോധം സാധ്യമാകണമെങ്കിൽ അത് അവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രത്തിൽ നിന്ന് ഭിന്നമായ മറ്റൊരു ജനാധിപത്യ രാഷ്ട്ര സങ്കല്പത്തെയാണ് നമ്മൾ മുന്നോട്ട് വെക്കേണ്ടത്. അവർ പറയുന്ന ബ്രാഹ്മണിക്കൽ പാട്രിയാർക്കിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു രാഷ്ട്രസങ്കല്പത്തിൽ നിന്ന് ഭിന്നമായി ഇന്ത്യ വ്യത്യസ്തതകളുടെ നാടാണെന്ന് മാത്രമല്ല, എല്ലാ വ്യത്യസ്തതകൾക്കും പങ്കാളിത്തമുള്ള രാഷ്ട്രീയമായ പരിഗണനയുള്ള ഒരു ജനായത്ത രാഷ്ട്രമുണ്ടാക്കുമെന്ന് പ്രഖ്യാപിക്കാത്തിടത്തോളം അവരെ രാഷ്ട്രീയമായി നമുക്ക് പ്രതിരോധിക്കാൻ കഴിയില്ല. അത് വെറുതെ പറഞ്ഞാൽ മാത്രം പോരാ, അത് സാധ്യമാക്കി എടുക്കുകയും വേണം. ഫലത്തിൽ ഇന്ത്യയിലെ രാഷ്ട്രീയമായ സവർണ ഓളിഗാർക്കിയെ പൊളിച്ചെടുക്കുമെന്ന് പറയുന്ന
ഒരു രാഷ്ട്രീയ ദർശനത്തിന് മാത്രമേ RSSനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ പറ്റൂ. സാംസ്കാരികമായി ഇന്ത്യയുടെ ട്രഡീഷൻ എന്ന് പറയുന്നത് ഈ ഹിന്ദുത്വ രാഷ്ട്രീയ ശക്തികൾ ഉന്നയിക്കുന്ന വൈദിക പാരമ്പര്യമാണെന്നുള്ള സങ്കല്പത്തെയാണ് നമ്മൾ തള്ളിക്കളയേണ്ടത്. വൈദിക പാരമ്പര്യമല്ല ഇന്ത്യയുടെ പാരമ്പര്യമെന്ന് തറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു കൾച്ചറൽ ഇൻ്റർപ്രട്ടേഷൻ ഇന്ത്യ സ്വായത്തമാക്കേണ്ടതുണ്ട്. റെഡിൽ ഓഫ് ഹിന്ദുയിസം എന്ന് പറയുന്നൊരു പുസ്തകം ഡോക്ടർ BR അംബേദ്കറുടേതായിട്ട് 30കളുടെ അവസാനം പുറത്തു വരുന്നുള്ളൂ. അതിനകത്ത് ഉപനിഷത്തുകളുടെയും വേദങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും യഥാർത്ഥത്തിലുള്ള അതിൻ്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ചും അതിൻ്റെ ദർശനത്തെ സംബന്ധിച്ചുമുള്ള കർശനമായ വിമർശനം അംബേദ്കർ ഉന്നയിക്കുന്നു. അതൊന്നും ഇന്ത്യയിലെ ഏതെങ്കിലും ഭൗതിക ധാര പരിശോധിച്ചതായി തെളിവുകളില്ല. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഏകപക്ഷീയമായ വൈദിക പാരമ്പര്യത്തിൻ്റെ മേധാവിത്വത്തെ നമുക്ക് വെല്ലുവിളിക്കാൻ കഴിയണമെങ്കിൽ ഇന്ത്യയിലെ വ്യത്യസ്തമായ താത്വിക പാരമ്പര്യങ്ങളുടെ ധാരകളെ വീണ്ടെടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അത് ബുദ്ധിസമായാലും ജൈനിസമായാലും അങ്ങനെ തുടങ്ങി നിരവധി തത്വശാസ്ത്ര ശാഖകൾ ഇന്ത്യയുടേതായിട്ട് ഇന്ത്യ ചരിത്രത്തിലുണ്ട്. അവയെ താത്വികമായി തന്നെ വീണ്ടെടുത്തുകൊണ്ട് ഈ വൈദിക പാരമ്പര്യത്തിൻ്റെ ഏകപക്ഷീയമായ ആധിപത്യത്തെ പിളർക്കാൻ കഴിയുന്ന വിധമുള്ള ഒരു കൾച്ചറൽ ഇൻ്റർപ്രട്ടേഷൻ നമുക്ക് നടത്തേണ്ടതുണ്ട്. അങ്ങനെ നടത്താൻ കഴിയണമെങ്കിൽ ഈ ബ്രാഹ്മണിക്കൽ അക്കൾച്ചറേഷൻ എന്ന് വിളിക്കപ്പെടുന്ന ബ്രാഹ്മണിക വിഭാഗങ്ങളുടെ അതിൻ്റെ കൾച്ചറൽ സ്പേസിൻ്റെ സ്വാംശീകരണ തന്ത്രങ്ങളെ മറികടന്ന് പോകാൻ കഴിയുന്ന വിധം ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തെ വീണ്ടെടുക്കാൻ, മനസ്സിലാക്കുവാൻ, ഇൻ്റർപ്രറ്റ് ചെയ്യുവാൻ നമുക്ക് കഴിയേണ്ടത്. സാമൂഹികമായി ചാതുർവർണ്ണയത്തിലും വർണ്ണാശ്രമധർമ്മത്തിൽ അധിഷ്ഠിതമായ സമൂഹത്തിന് പകരം സാമൂഹിക ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ ഒരു സമൂഹ നിർമ്മിതിയെ, സാഹോദര്യത്തിൽ അധിഷ്ഠിതമായൊരു സമൂഹ നിർമ്മിതി എന്ന് പറയുന്ന ദർശനം നമ്മൾ മുന്നോട്ട് വെക്കേണ്ടതുണ്ട്. ഇതിനെക്കുറിച്ച് ആകെക്കൂടി വ്യക്തതയുള്ള ഒരേ ഒരു വർഗം ഇന്ന് ഇന്ത്യക്കകത്ത് RSS മാത്രമാണ്. അവർക്ക് മാത്രമാണ് സുവ്യക്തമായ, അത് അപകടം പിടിച്ചതാണ്, ഫാസിസ്റ്റാണ്, പ്രശ്നഭരിതമാണ്. പക്ഷെ അവർക്കൊരു ദർശനമുണ്ട്. ഇന്ത്യയിലെ ബാക്കിയുള്ള രാഷ്ട്രീയ ധാരകളോട്, സാംസ്കാരിക ധാരകളോട് ചോദിച്ചാൽ അവർക്കാർക്കും ഇന്ത്യൻ ദേശരാഷ്ട്രം എന്തായി തീരണമെന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരമോ, ഇന്ത്യൻ സമൂഹത്തെ എങ്ങോട്ടാണ് നമ്മൾ പരിവർത്തനപ്പെടുത്താൻ പോകുന്നത് എന്ന ചോദ്യത്തിനൊരു ഉത്തരമോ, ഇന്ത്യയിലെ മനുഷ്യർ കാലൂന്നി നിൽക്കുന്ന സാംസ്കാരിക പരിസരം എന്താണ് എന്ന ചോദ്യത്തിന് വ്യക്തമായ ഡൈവേഴ്സിറ്റിയിൽ അധിഷ്ഠിതമായ ഉത്തരമോ പറയാതിരിക്കുന്നിടത്തോളം RSSനെ പ്രതിരോധിക്കാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇത് നമ്മൾ മനസ്സിലാക്കാതിരിക്കുകയും ഇന്ത്യൻ ഫാസിസം എന്നത് അടിസ്ഥാനപരമായി ഒരു സോഷ്യൽ ഫാസിസമാണെന്ന്, സമൂഹം തന്നെ ഫാസിസ്റ്റായി നിർമ്മിക്കപ്പെട്ട ഒരിടമാണ് ഇന്ത്യ എന്ന് മനസ്സിലാക്കേണ്ടതിന് പകരം യൂറോപ്പിൽ സംഭവിച്ച പൊളിറ്റിക്കൽ ഫാസിസവുമായിട്ട് ഇതിനെ ബാലൻസ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഹിറ്റ്ലറുടെ ജർമ്മനിയിൽ ഫാസിസ്റ്റ് ഭരണാധികാരം, പൊളിറ്റിക്കൽ ഫാസിസം അതിനെ പിടിച്ചെടുക്കുന്ന ഒരു ഘട്ടത്തിൽ സ്റ്റോമിംഗ് ഗ്രൂപ്പിനെ എന്ന് പറഞ്ഞാൽ ആയുധ പരിശീലനം നേടിയ സ്റ്റോമിംഗ് ഗ്രൂപ്പുകൾ ഇറങ്ങിയാണ് ആക്രമണം അഴിച്ചുവിട്ടത്. എന്നാൽ ഇന്ത്യയിൽ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ അറിയണം. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ കൂട്ടത്തോടെ കൊല ചെയ്യപ്പെടുന്നത് ആരെങ്കിലും ട്രെയിൻ ചെയ്ത് ഇറക്കി വിടുന്ന കൊലയാളി സംഘങ്ങൾ മാത്രമല്ല, ആൾക്കൂട്ടമാണ് അങ്ങോട്ട് നയിക്കപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സമൂഹത്തിലെ ഒരു സെക്ഷന് മറ്റൊരു സെക്ഷനിലേക്ക് ശത്രുതാപരമായി നിലയുറപ്പിക്കുകയും ആ ശത്രുതയെ ആളിക്കത്തിക്കുകയും ഈ ജനങ്ങളെ അൺകൺട്രോൾഡായി അഴിച്ചുവിടുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പാകത്തിലാണ് ഇന്ത്യൻ സമൂഹം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഫലത്തിൽ ഒരു ഫാസിസ്റ്റ് പൊളിറ്റിക്കൽ ഫാസിസം അല്ല, അതിൻ്റെ അടിത്തറയായിരിക്കുന്നത് ഒരു സാംസ്കാരിക സാമൂഹിക ഫാസിസ്റ്റ് ഘടനയാണ് ഇന്ത്യക്കുള്ളത് എന്ന് മനസ്സിലാക്കുന്നതിൽ ഈ ഇൻ്റലക്ച്വൽ വിങ്ങുകൾ പരാജയപ്പെടുന്നു എന്നത് നമ്മൾ ഗൗരവമായി കാണേണ്ടതുണ്ട്. ഒരു കാര്യം കൂടി പറയട്ടെ.
ഇതെല്ലാം എന്തോ സാമ്പത്തിക താല്പര്യത്തിന് വേണ്ടിയാണ്, എല്ലാം എന്തോ സാമ്പത്തിക താല്പര്യത്തിന് വേണ്ടി മാത്രമാണെന്നുള്ള വാദവും പറഞ്ഞു ശുദ്ധ അസംബന്ധമാണ് അതൊക്കെ. തീർച്ചയായും സാമ്പത്തിക താല്പര്യങ്ങളും കോർപ്പറേറ്റ് താല്പര്യങ്ങളൊക്കെ ഇതിനോട് മിങ്കിൾ ചെയ്ത് വരുന്നുണ്ടാവാം. പക്ഷെ ആ താല്പര്യത്തിന് വേണ്ടി ഇതിങ്ങനെ ഉപയോഗിക്കപ്പെടുകയാണെന്നൊക്കെ പറയുന്നത് കാര്യങ്ങളെ ലളിതവൽക്കരിച്ച് കാണുന്നതാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് ഒരു ജനാധിപത്യ സമൂഹമായി നിലനിൽക്കാൻ കഴിയണമെങ്കിൽ, ഒരു ജനാധിപത്യ രാഷ്ട്രമായി അതിനെ അതിജീവിക്കാൻ കഴിയണമെങ്കിൽ, അതിന് ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ ഒരു ദർശനം മുന്നോട്ട് വെക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ജനാധിപത്യത്തിൻ്റെ ഒന്നാമത്തെ പടി നമുക്ക് ചവിട്ടാൻ കഴിയണമെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രീയ ശക്തികൾ ഉയർത്തിക്കൊണ്ടു വന്നിരിക്കുന്ന ഈ പാരമ്പര്യവാദങ്ങളെയും അവരുടെ രാഷ്ട്രീയ ദർശനത്തെയും അവരുടെ പവിത്രതാവാദങ്ങളെയും നിഷ്കരുണം തള്ളിപ്പറയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അങ്ങനെ കഴിയാത്തിടത്തോളം അവർക്ക് വിധേയപ്പെടുക എന്നുള്ളതല്ലാതെ മറ്റൊരു വിധി ഇന്ത്യക്കില്ല എന്ന് നമ്മൾ കാണണം. ഇപ്പോഴുള്ള ഈ പ്രതിരോധങ്ങൾ പലപ്പോഴും യാഥാർത്ഥ്യബോധമില്ലാതെ, അതായത് ഒരു പൊളിറ്റിക്കൽ ഫാസിസം ഇവിടെ അരങ്ങേറിയിരിക്കുന്നു. BJPയെ റീപ്ലേസ് ചെയ്ത് വേറൊരു പാർട്ടി വന്നാൽ മാത്രം പരിഹരിക്കാവുന്ന ഒന്നും ഇന്ത്യയിലില്ല. മറിച്ച് വളരെ ബോധപൂർവമായി ഇന്ത്യൻ സമൂഹത്തെയും രാഷ്ട്രത്തെയും പുനർനിർമ്മിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ദർശനത്തിൻ്റെ അഭാവമാണ് നമ്മൾ നേരിടുന്ന പ്രതിസന്ധിയുടെ ആഴം എന്ന് നമ്മൾ അറിയേണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഏകോപിപ്പിക്കപ്പെടേണ്ടത്. തീർച്ചയായിട്ടും ഇമ്മീഡിയറ്റായിട്ട് ഈ ശക്തികളിൽ നിന്ന് രാഷ്ട്രത്തെ മോചിപ്പിക്കുക എന്നത് പ്രധാനപ്പെട്ടതായിരിക്കെ തന്നെ അതുകൊണ്ട് മാത്രം നമുക്ക് RSSൻ്റെ ഈ മുന്നേറ്റത്തെ തടഞ്ഞു നിർത്താനാവില്ല. അത് തടഞ്ഞു നിർത്തണമെങ്കിൽ ബാബാ സാഹേബ് ഡോക്ടർ BR അംബേദ്കർ അടക്കമുള്ള, റാം മനോഹർ ലോഹി അടക്കമുള്ള അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള, ജ്യോതിറാവ് ഫൂലെ, പെരിയോർ പോലെയുള്ളവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ജനാധിപത്യ ദർശനത്തെയും സഹോദരി സങ്കല്പത്തെയും ഒക്കെ വീണ്ടെടുക്കാൻ കഴിയുന്ന വിധം ഒരു റീറൈറ്റിംഗ്, റീതിങ്കിങ്, റീഅസൈൻമെൻറ്റ് നമുക്ക് വേണ്ടി വരുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.